ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയിൽ SITയുടെ പരിശോധന സന്നിധാനത്താണ് പരിശോധന നടക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. VV വിനോദ് വിവരങ്ങളുമായി ചേരുന്നു സന്നിധാനത്ത് നിന്നും. വിനോദ്, ഏത് രീതിയിലാണ് സന്നിധാനത്തെ പരിശോധനകൾ എങ്ങനെ പുരോഗമിക്കുന്നു? അശ്വതി, രാവിലെ മുതൽ തന്നെ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ മണ്ഡലകാലം തുടങ്ങുമ്പോൾ ഇത്രയും ഭക്തർ എത്താറില്ല. ആദ്യ ദിവസങ്ങളിലൊക്കെ ഇത്രയും ഭക്തർ എത്താറില്ല. പക്ഷേ വലിയ തോതിലാണ് ഭക്തരുടെ ഒഴുക്ക്. ഇന്നലെ മുതൽ ആ നിലയ്ക്ക് തന്നെയാണ് ഭക്തരുടെ ഒരു ഒഴുക്ക്. ഇപ്പോഴും അണമുറിയാതെ പമ്പയിൽ നിന്ന് ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നു. 90,000 പേരെയാണ് കടത്തിവിടേണ്ടതെങ്കിലും ഒരു പക്ഷേ ഈ 1 ലക്ഷത്തിലധികം ആളുകളെ കടത്തിവിടാനുള്ള ഒരു ക്രമീകരണം അല്ലെങ്കിൽ ആ തരത്തിലുള്ള വേഗത്തിലുള്ള നടപടികളാണ് പോലീസിന്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അശ്വതി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സുപ്രധാനമായ നടപടികൾ ഇപ്പോൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. ശ്രീകോവിലിന് മുന്നിലേക്ക് SIT സംഘം അല്പസമയം മുൻപ് എത്തി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള പരിശോധനകളാണ് ആരംഭിക്കുന്നത്. അല്പസമയത്തിനകം ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കും. അതോടുകൂടി പരിശോധനകൾ കൂടുതൽ വേഗത്തിലാകും. 3 മണിക്കാണ് പിന്നീട് നട തുറക്കുന്നത്. ഈ 2 മണിക്കൂറിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ശ്രീകോവിലിന്റെ ഒരു വശത്ത് ഇപ്പോൾ ഈ അന്വേഷണ സംഘം നിൽക്കുന്നുണ്ട്. അവരവിടെ പരിശോധന നടക്കുന്നുണ്ട്. അവിടെ ഇതിന്റെ അളവെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ആ ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് കരുതുന്നത്. അവിടെ അളവെടുക്കുന്നുണ്ട്. അതിന്റെ ഒരു കോണിലാണ് ശ്രീകോവിലിന്റെ ഒരു മൂലയിൽ ഇപ്പോൾ അവിടെ അളവെടുക്കുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയാണ് ഈ സ്വർണ്ണപ്പാളി പുറത്ത് പതിച്ചിട്ടുള്ളത്. ശ്രീകോവിലിന് പുറത്ത് പതിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളി അവിടെ നിന്നൊക്കെ നേരത്തെ ഇളക്കിക്കൊണ്ട് പോകുന്നു. ഇതിന്റെ തൂക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സ്വർണം പൊതിയുകയാണ് ഉണ്ടായത്. സ്വർണം പൂശുകയല്ല. മല്യയുടെ കാലത്ത് മല്യ സംഭാവനയായി നൽകിയ സ്വർണം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ചെമ്പ് തകടിന് മുകളിൽ പതിക്കുകയായിരുന്നു. ആ കൊണ്ടുപോയ സ്വർണമാണോ തിരികെ വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. 2019 മുതൽ ഇത്തരത്തിൽ ഇവിടെ നിന്ന് സ്വർണം പോയിട്ടുണ്ട്. ഈ 2025 പോലും അങ്ങനെ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ സാഹചര്യം. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളിയിൽ വീണ്ടും സ്വർണം പൂശുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. ഇതിൽ നിരവധി അറസ്റ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, N വാസു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു, ദേവസ്വം കമ്മീഷണറായിരുന്നു. N വാസു അടക്കമുള്ള 5ഓളം പേരുടെ അറസ്റ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞു. A പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. ED ആകട്ടെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വേഗത്തിലുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അത് രാഷ്ട്രീയമായ തിരിച്ചടിക്ക് കൂടി കാരണമാകുമെന്ന് ഇടതുമുന്നണി വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് സമയമാണ്. ഈ സമയത്ത് കേന്ദ്ര ഏജൻസികളുടെ കയ്യിലേക്ക് ഈ അന്വേഷണം പോവുകയും അവരുടെ ഭാഗത്ത് നിന്ന് അറസ്റ്റുകളും തുടർ നടപടികളും ഉണ്ടായാൽ അത് ഉണ്ടാക്കുന്ന തിരിച്ചടി എന്തെന്ന് ഇടതുപക്ഷം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. ഏതായിരുന്നാലും കോടതിക്ക് മുമ്പിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിശദീകരിക്കുമ്പോൾ ഇത്രയും വേഗത്തിലുള്ള നടപടികൾ ഇവിടെ നടന്നു എന്ന കാര്യം കൃത്യമായി അന്വേഷണ സംഘത്തിന് പറയാൻ കഴിയും. അശ്വതി, അതാണ് വിനോദ്. ഈ മണ്ഡലകാലം തുടങ്ങി വലിയ തിരക്കുണ്ടെന്ന് വിനോദ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പരിശോധനയുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഭക്തർക്ക് വരുന്നുണ്ടോ അവിടെ? ഇല്ല, ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി കാണാം. ഭക്തർ ഇവിടെ കടന്നു പോകുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അവർക്ക് ദർശനം സാധ്യമാകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്. അതേസമയം ശ്രീകോവിലിന് പുറത്ത് അന്വേഷണ സംഘം അവരുടെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നു. കാരണം 2 മണിക്കൂർ മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത് ഇത്തരം പ്രവൃത്തികൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി. കാരണം 3 മണിക്ക് വീണ്ടും നട തുറക്കും. അപ്പോഴും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ പ്രവൃത്തികൾ അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ്. വൃശ്ചിക പുലരിയാണ്. ഇന്ന് പുലർച്ചെ മുതൽ വലിയ തോതിൽ ഭക്തർ ഇവിടേക്ക് എത്തുന്നു. മാത്രമല്ല, ഭക്തരുടെ ഒരു ഭാഗം കൂടി പരിഗണിക്കണം. അവിടെ ഈ അന്വേഷണവും വിവാദവും ഒക്കെ ഉള്ളപ്പോഴും ഈ സീസൺ നന്നായി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ദേവസ്വം ബോർഡിന് മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളിയും അതുതന്നെയാണ്. ഭക്തർക്ക് ഒരു തടസ്സമുണ്ടാകാതെ ഇവിടെ എത്തുന്നവർക്ക് ദർശനം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുങ്ങുക എന്നത് തന്നെയാണ്. മാത്രമല്ല, ദിവസങ്ങളായി പമ്പയിൽ വന്ന് തമ്പടിച്ച് കിടക്കുന്ന ഭക്തരുണ്ട്. അവിടെ വിരിവെച്ച് കഴിയുന്ന ഭക്തരുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ ആളുകളുണ്ട്. വെർച്വൽ ക്യൂ എന്നത് വഴി 90,000 പേരാണ് കണക്കാക്കുന്നത്. 70,000 പേർ വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്യുകയും 20,000 പേരെ സ്പോട്ട് ബുക്കിംഗിലൂടെയും കടത്തിവിടുക എന്നതാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അവിടുത്തെ ഉൾപ്രദേശങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തരുണ്ട്. അവർക്ക് ഇതിന്റെ സാങ്കേതികപരമായ കാര്യങ്ങളൊന്നും തന്നെ വശമില്ലാത്ത ആളുകളാണ്. പക്ഷേ ഇത്രയും ദൂരം യാത്ര ചെയ്ത് എത്തുന്നവരെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അവരുടെ ദർശനം മുടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ കയറ്റിവിടുക എന്നതാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ള
ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് കൃത്യമായി നിറവേറ്റുന്നുണ്ട്. ക്രമത്തിൽ വലിയ കണിശത വരുത്തിക്കൊണ്ട് തന്നെയാണ് ദർശനം മുന്നോട്ട് പോകുന്നത്. പക്ഷേ സമാന്തരമായി ഈ അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായി ആ കോർണറിൽ കാണാവുന്നതാണ്. അവിടെ ഈ അളവെടുക്കുന്നതടക്കമുള്ള ഒരുപക്ഷെ സാമ്പിളുകൾ കൂടി ശേഖരിക്കുമെന്ന വിവരമുണ്ട്. ഇന്നലെ നട തുറന്നെങ്കിലും പൂർണ്ണതോതിൽ ദർശനം സാധ്യമാകുന്ന, ദിവസം മുഴുവൻ ദർശനം സാധ്യമാകുന്ന ഒരു ദിനമാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. ആ ദിവസമാണ് ഇപ്പോൾ SIT സംഘാംഗങ്ങൾ ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിൽ ഇങ്ങനെ പരിശോധന നടത്തുന്നത്. അശ്വതി, ശരി, VV വിനോദാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമലയുടെ ഖ്യാതി ഇല്ലാതാക്കാൻ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുവെന്ന് കുമ്മനം രാജശേഖരൻ. ദുഷ്ടലാക്കുള്ള ഇത്തരക്കാരെ പുറത്താക്കണം. സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതർക്ക് ബന്ധം. മുൻപ് തെറ്റ് നടന്നുവെന്ന് ദേവസ്വം പ്രസിഡന്റ് സമ്മതിച്ചു. അത്തരക്കാരെ പുറത്താക്കണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഭക്തജനങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. അത് മേൽ കുറേ ഉദ്യോഗസ്ഥന്മാരെ മാത്രം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. വളരെ ഉന്നതരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇതിൽ ബന്ധമുണ്ട്. ശബരിമലയിൽ അടിക്കടി ഇതുപോലുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ പല കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുകയാണ്. ശബരിമലയുടെ യശസ് നശിപ്പിക്കാൻ, അതുപോലെ തന്നെ അതിൻ്റെ ഖ്യാതിയും സൽപ്പേരും ഒക്കെ ഇല്ലാതാക്കാൻ ചില ശക്തികൾ ഈ ശബരിമലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളോളമായി നടന്നിരിക്കുന്ന ഓരോ സംഭവങ്ങളും വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അതാണ്. അതുകൊണ്ട് ഭരണകർത്താക്കൾ, ദേവസ്വം ബോർഡ് അധികാരികൾ, സർക്കാർ എല്ലാവരും നിതാന്ത ജാഗ്രതയോടുകൂടി ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അടിയന്തര നടപടികൾ, ശക്തമായ നടപടികൾ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. ശബരിമല സ്വർണ്ണ കവർച്ചയിലെ രേഖകൾ വേണമെന്ന EDയുടെ ആവശ്യത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കും. EDയുടെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന് വിട്ടു. FIR ഉൾപ്പെടെയുള്ള രേഖകളുടെ പകർപ്പ് വേണമെന്നാണ് EDയുടെ ആവശ്യം.